ഹലോ ഹലോ, സുപ്രസിദ്ധ ഗുണ്ട വർക്കല മത്തനാണ് സംസാരിക്കുന്നത്. ആരാണ്? ഹലോ, ഞാനാ വക്കീല. എന്താ ആരെന്ന് മനസ്സിലായില്ല? ഞാൻ വക്കീലാന്ന്. അയ്യോ, നമ്മളെ കേസിന്റെ വക്കീല്. വക്കീലെ, പറ. 28-ന് കോടതി വരണേ. അത് ഇയാളെ കൊച്ചിന്റെ 28 വീട്ടിൽ വെച്ച് നടത്താൻ സൗകര്യമില്ലേ? കോടതിയിലാണ് നടത്തുന്നത്. എടാ, നിന്റെ കേസ് ഈ മാസം 28-ാം തീയതിയാണ് കോടതി അവധിക്ക് വെച്ചേക്കുന്നത്. അതിന് നീ വന്നില്ലേ? ആ സുകുമാരൻ നിനക്കെതിരെ കള്ളസാക്ഷി പറയുമേ. ഉള്ള കാര്യം ഞാൻ പറയാൻ വക്കീലെ. മത്തം കുത്തും, കുമ്പളം മുളക്കില്ല. മത്തം കുത്തും, കുമ്പളം മുളക്കില്ല. മത്തം കുത്തും, കുമ്പളം മുളക്കത്തില്ലെന്ന്. നീ എന്തുവാണ് ഈ പറഞ്ഞോണ്ട് വരുന്നത്? എടാ, പണ്ട് മുതലേ അങ്ങനെ മത്തം കുത്തിയ കൊമ്പളം മുളക്കുകേല. ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ വരത്തില്ല. ആഹാ, അത്ര തന്നെ. മത്തം കുത്തി കുമ്പളം മുളയ്ക്കുമെന്ന് അവ എന്റെ അടുത്ത് നമ്പർ അടിക്കണ. എന്റെ പൈസ മാറ്റി തിന്നിട്ടാ വക്കീല്. പോലീസ് ഇവിടെ വരണം. മത്തന്റെ വീട്ടിൽ വന്ന് ഇവിടുന്ന് ഈ വീട്ടിന്റെ നടയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം, ബലങ്ങിട്ട്. അപ്പോഴല്ലേ അളിയാ ഒരു ഹീറോയിസം അല്ലേ? അതാണ് ശരിക്കും പറഞ്ഞ ഗുണ്ട. ആ പണി ഞാൻ നിർത്തി. ഇപ്പൊ ഒള്ളി കുത്ത് വെട്ട് കേസ്. അതല്ല ഞാനാ മാമ. കേട്ടാ, സ്വന്തം തൊഴില് അന്തസ്സോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടൊരു ചെറുപ്പക്കാരൻ വരണ്. ആരാണാവോ? കയറി വാങ്ങിട്ട് കയറി വാ. ഞാനാ മാമ, മാമന്റെ അനന്തരവൻ. എന്ത് മാമ ഞെട്ടാത്തെ? ഞെട്ടണോ? ഒന്നും കൂടെ പോയിട്ട് വാ. മതിയാ? നോക്ക്, കളിയാക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ആരത്ര കൈ കൊണ്ടത്? മാമന്റെ അടുത്ത്. ആരത്ര കൈ കൊണ്ടത്? മാമന്റെ അടുത്ത്. ഈ എന്റെ സഹോദരിയുടെ മോനാണ്. എടാ, നിനക്കറിയാ ഈ മാമൻ ചത്ത ഇല്ലേന്ന് അന്വേഷിക്കാൻ വേണ്ടി നീയാ, നിന്റെ അമ്മയോ, നിന്റെ അച്ഛനോ ഈ പടി കയറിയിട്ടില്ല. അറിയാ എങ്ങനെ വരും? പണ്ട് കുഞ്ഞുനാളി എന്നെ കുളിപ്പിക്കാൻ വേണ്ടി പാളയെ കിടത്തിയപ്പോ സ്വർണ്ണ അരഞ്ഞാണോ അല്ലേ അടിച്ചോണ്ട് പോയത്? അത് വൃത്തികെട്ടവനാണ് അത് ചെയ്തത്. മാമേ, ആരുടെതൊക്കെ പറഞ്ഞു തന്നെ? എല്ലാം എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഒന്നും പറഞ്ഞില്ലല്ലേ? ഇല്ല, അമ്മ പറഞ്ഞു ഇനി അങ്ങോട്ട് വന്നാ ചൂടുവെള്ളം എടുത്ത് മുഖത്തൊഴിക്കുന്ന പറഞ്ഞേക്കുന്നത്. പറഞ്ഞു അതുപോലെ ചെയ്യും. എനിക്കറിയാം. എങ്ങനെ ഞാൻ മാമനെ കാണാൻ വന്നു. അമ്മയൊക്കെ ഭയങ്കര നിർബന്ധമാണ് അങ്ങോട്ട് പോവില്ലെന്നൊക്കെ പറഞ്ഞ്. നീ ഇപ്പൊ വന്ന കാര്യം പറ. മാമൻ പണ്ട് പറയായിരുന്നല്ലോ മാമന്റെ കൂടെ ഇതിലൊക്കെ പങ്കെടുക്കാനൊക്കെ. എടാ, ഞാൻ അത് എത്ര പ്രാവശ്യം പറയണം? എടാ, മാട്ട ജോലികളൊന്നും ചെയ്യാതെ മാമന്റെ കൂടെ അങ്ങ് കൂട്. ഒരൊറ്റ വെട്ട്, ഒരു കുത്ത് 10-15 കയ്യിലിരിക്കുന്നു. നിസാര പണിയുള്ളൂ. മാമ വേണ്ട, ഇതൊക്കെ ക്രൂര ജോലിയാണ്. ക്രൂര ജോലിയാ? പിന്നെ എനിക്കാണ്ട് ഇപ്പൊ ഒന്നാമത് ഞാനൊരു വീട്ടിൽ ഡ്രൈവറായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ ടൈം പാസ് ആയിട്ട് എയുടെ ബിസിനസ് ഉണ്ട്. അതിന്റെ ബിസിനസ്? AI ബിസിനസ്. അതൊക്കെ ഉണ്ടോ? പിന്നെ എടുക്കാൻ എന്ന് പറഞ്ഞ എന്താ അറിഞ്ഞൂടെ? AI എന്ന് വെച്ചാൽ അപ്പത്തിന്റെ ഇടിയപ്പത്തിന്റെ ബിസിനസ്. ഭയങ്കര ലാഭമുണ്ടോ? ഭയങ്കര ലാഭമൊന്നും ഇല്ലാന്നേ. അതായത് ചെറുകിട ഹോട്ടലിൽ നിന്ന് ഈ അപ്പം ഇടിയപ്പം എടുക്കും, എന്ന് വൻകിട ഹോട്ടലിൽ കൊണ്ട് മറച്ചു വെക്കും. പിന്നെ എങ്ങനെടാ പുല്ല ലാഭം കിട്ടണത്? ചെറുകിട ഹോട്ടലിൽ നിന്ന് എടുത്ത് വൻകിട ഹോട്ടലിൽ കൊണ്ട് മറച്ചു വയ്ക്കുമെന്ന് കച്ചവടം ചെയ്യണം, എങ്കിലല്ലേ ലാഭം കിട്ടുള്ളൂ. അങ്ങനല്ല, മറച്ചു വെക്കുന്നല്ല, അങ്ങനെ മറച്ചു വെക്കും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. മാമ, എത്ര നാളായി മാമനെ ഒന്ന് കണ്ടിട്ട്. അയ്യോ, കൺകുളിർക്ക് ഒന്ന് കാണട്ടെ. മനു. മക്കൾ എത്ര ദിവസമാണ് കണ്ടിട്ട്? കുറെ നാളായി. ഇല്ല, മാമന്റെ ഇവിടെ എന്തോ മാമ ഒരു പാട്. ഈ പാടാ? ഇതൊരു കൊതു കുത്തിയതാണ്. കൊതു കുത്തി ഇങ്ങനെയൊക്കെ പാട് വരുവോ? എടാ, വർക്കല മത്തനെ ഒരു കൊതു കുത്തി. മത്തൻ നോക്കിക്കൊണ്ട് നിൽക്കോ? പീച്ചാത്തി അങ്ങോട്ട് ഊരി ഒരൊറ്റ വെട്ട് 2 പീസ്. കൊതുക് ഇല്ല, മാമന്റെ കവിള്. 8.25 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. 8 സ്റ്റിച്ച്. ഓക്കെ, ഈ കാൽ സ്റ്റിച്ച് എന്ന് പറയുമ്പോ ഈ സ്റ്റിച്ച് ഇട്ടോണ്ട് നമ്മളെ സുന്ദരിയായ ഒരു നേഴ്സായിരുന്നു രമണി. ഞാൻ ചെറിയൊരു കിരികിരിപ്പിന് ഇങ്ങനെ വയറ്റി പിടിച്ചിട്ട് തീർന്നില്ലടി കല്ലിന്ന് ചോദിച്ചു. കുത്തിത്തരി ഞാൻ പറഞ്ഞേക്കാം. അവളും പറഞ്ഞത് മറ്റേ കത്തിരിയില്ലേ, കത്തിരിയുടെ സൈഡ് വെച്ച് ഒരു ചെറിയൊരു പോത്ത്. അതാണ് ഈ കാൽ സ്റ്റിച്ച്. ഞാൻ ഇപ്പൊ മെയിൻ ആയിട്ട് നല്ല ടെൻഷനിക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എനിക്കാണെങ്കിൽ മാമന്റെ പ്രൊട്ടക്ഷൻ വേണം. നിനക്കെന്തിനാ മാമന്റെ മുട്ടക്കഷ്ണം? അവര് തിന്നേന്റെ ബാക്കി തിന്നൂടാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? മുട്ടക്കഷ്ണമല്ല, മാമന്റെ അടുത്ത് വന്നേ മാമന്റെ പ്രൊട്ടക്ഷൻ വേണമെന്ന്. പ്രൊട്ടക്ഷൻ മാമൻ തരാം. ഞാൻ അറിയപ്പെടുന്ന ഗുണ്ടയാണല്ലോ. മക്കൾക്ക് എന്ത് വേണം പറ. അതായത് ഞാൻ അടിക്കൊന്നും ചെയ്യല്ലേ? ഇല്ല, അടിക്കൂല. ഞാൻ ഒരു ദുർബല നിമിഷത്തിൽ കല്യാണം കഴിച്ചു. ഒന്നും കൂടെ പറയടാ. ദുർബല നിമിഷത്തിൽ ഒരു കല്യാണം കഴിച്ചു. കണ്ടാ, ചങ്കം മത്തങ്ങയും തിരിച്ചറിഞ്ഞൂടാത്തവൻ കല്യാണം കഴിച്ചെന്ന്. എടാ, നാണമില്ലാടാ നിനക്കിത് പറയാൻ? ATMന്റെ ഫ്രണ്ടിൽ പുഷ് പുള്ളെന്ന് എഴുതി വെച്ചപ്പോ അതെന്താണെന്നറിയാതെ 1.5 മണിക്കൂർ അടുത്ത ആള് വരുന്ന വേണ്ടി വെയിറ്റ് ചെയ്ത മനുഷ്യൻ പറയണ എനിക്ക് ചങ്കം മത്തങ്ങ അണിഞ്ഞുടന്ന്. മാമൻ എന്നെ ഒന്ന് പ്രൊട്ടക്ഷൻ തരണം മാമ. ഇവിടെ പ്രൊട്ടക്ഷൻ തരാം. പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? പെണ്ണിനെ കൊണ്ടുവന്നിട്ട് കുഞ്ഞാറ്റേ വാ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. കൊച്ചൊള്ളനാടാ കിട്ടിയത്. കൊച്ചൊള്ളനെയാ? കുഞ്ഞുമായിട്ട് കയറി വരാൻ പറഞ്ഞു. എന്തോ കുഞ്ഞാറ്റ വരാനില്ല. ഞാൻ അവളെ സ്നേഹം കൂടെ കുഞ്ഞാറ്റേ എന്ന് വിളിക്കും. കുഞ്ഞാറ്റ വാ. പിന്നെ പിള്ളേർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണേ.
അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കത്ര. ഞാൻ പറഞ്ഞില്ലേ വർക്കല മത്തൻ. അയ്യോ ഇത്രയും വലിയ വർത്തമത്തിനെ ഞാൻ കണ്ടിട്ടില്ല ചേട്ടാ. ഇത് എവിടുന്ന് തിന്നു തുടങ്ങണം? ഭർത്താമത്യാ? സോറി അമ്മ പറയല്ലേ മാമ. അറിയാം. ഇടിച്ചാൻ കേട്ടു വറുത്ത മത്തിന്ന്. പിന്നെന്താ? വർക്കല മത്തന്ന്. സോറി ചേട്ടാ. ഫേമസ് മുണ്ടല്ലേ? ആണല്ലേ? ഒരു കാര്യം ചെയ്യ്, ഞാൻ മറ്റേ പറഞ്ഞ പോലെ ഇംപ്രസ് ചെയ്യ്. ആ വടിഞ്ഞൊഴുകണ്, അതാണാ പറഞ്ഞ്. എന്തുവാ? കാലിയൊഴു. ഞാൻ പറഞ്ഞ ഒരു കാലി വീഴാൻ വേണ്ടി എന്തിനു കാലിൽ വീഴും? അനുഗ്രഹം വേണോന്ന് പറഞ്ഞ്. അത്രേ ഉള്ള പിന്നെന്ത് തീർന്നല്ലോ. ഇത് അങ്ങനല്ലല്ലോ മമ്മ, ഇവിടെ അങ്ങോട്ടല്ലേ. ആരെങ്കിലും ഒരാൾ കൊടുത്താ പോരെ, പിന്നെ ആ ഒരു വാക്കിന് വേണ്ടി ഇവിടെ കിടന്ന് കടിപിടി കൂടേണ്ട വല്ല കാര്യമുണ്ടാ? പാവമാണ് മമ്മ. നല്ല എങ്ങനെയുണ്ട് കൊച്ചെങ്ങനെയുണ്ട്? നല്ല കൊച്ചു കേട്ടോ. ചേർച്ചയുണ്ടോ? നല്ല ചേർച്ചയുണ്ട്. നല്ല ഏതോ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കി വിട്ടത്. നീ വിളിച്ചോണ്ടൊന്ന് മോശമായിപ്പോ, എന്നാലും നല്ല കുടുംബത്തിൽ പറഞ്ഞ ചുണ്ടരി കൊച്ചു. പാവം കൊച്ച. ഇനി മാമനെ കുറിച്ച് പറയട്ടെ. അപ്പൊ അവനെ കുറിച്ച് പറഞ്ഞു. മാമൻ എന്ന് പറഞ്ഞു, മാമൻ എന്ന് പറഞ്ഞ ഈ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഗുണ്ടയാണ്. ഏതെങ്കിലും രണ്ടുപേരും ഇങ്ങോട്ട് വന്ന മാമന് കൊച്ചാണ് പേടിക്കും. ഇല്ല മാമ പറയട്ടെ. കൊച്ചാണ് പേടിച്ച് സൂസു വെക്കും. ഇല്ല ഞാൻ പറയട്ടെ മാമ, എന്നെ തടയരുത്. ഏതെങ്കിലും രണ്ടോ മൂന്നോ പേര് വന്നു കഴിഞ്ഞാൽ മാമൻ മുന്നും പിന്നും നോക്കില്ല, അപ്പൊ തന്നെ അരേ പൊടി കൊച്ചാണ് പേടിച്ച് സൂസു വെക്കും. മാമ തടയല്ലേ, ഞാൻ പറയട്ടെ. അങ്ങനെ ആരെങ്കിലും വന്നാ മാമ നെഞ്ചും വിരിച്ച് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നിൽക്കും. എന്നിട്ട് ഉടനെ തന്നെ അരയിലങ്ങ് കൈവെക്കും. എന്നിട്ട് കോലുമുട്ടായി എടുത്ത് ചപ്പോട് ചപ്പ് ചപ്പ്. പുള്ളിക്കാണെങ്കിൽ രണ്ടോ മൂന്നോ പേര് കൂടുമ്പോ ഷുഗർ താരും. അപ്പൊ തല ഇറങ്ങി വീഴും. അത് ഷുഗർ കയറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ മുട്ടായിരുന്നത്. കണ്ടോ? സത്യം പറഞ്ഞാ ഈ മാമ കല്യാണം പോലും കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കുമ്പോ ആൾക്കാർ കൂടുവോ? ഷുഗർ താരും താഴെ. അതുകൊണ്ട് പെണ്ണ് പോലും കെട്ടിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ യവനൊക്കെ ആര് പെണ്ണ് കൊടുക്കേ? അല്ല എന്റെ മാമന് നല്ലൊരു പെണ്ണ് കിട്ടും ഭാവിയിൽ എപ്പോഴെങ്കിലും. കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യണം. മക്കള് പേടിക്കണ്ട. ഒരു ഇരുമ്പ് കോട്ടയിലാണ് മോള് കയറി വന്നതെന്ന് വിചാരിക്കുക. ഈ ഇരുമ്പ് കോട്ടയുടെ വാതിൽ തകർത്ത് ഒരുത്തൻ ഇവിടെ വന്നെടുത്തോണ്ട് പോകില്ല. മാത്രല്ല പിള്ളേര് വെട്ടും. എന്തു പറഞ്ഞേ? ഇരുമ്പ് കോട്ടയിൽ നിന്ന് ആ വാതിലിന് ഓരോ ഇരിക്കുന്ന ഓലയില്ലേ, അതെന്നെടുത്ത് മാറ്റും. അല്ല, പഞ്ചായത്തിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം ഇരുമ്പ് ഓട്ട എന്നൊന്നും പറയരുത് മാമ. അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എന്താ ഈ ഓട് ഇങ്ങനെ വെച്ചേക്കുന്നേ? ഇതാ മാമനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ബാബ പറഞ്ഞോട്. ഇത് വെറുതെ ഒരു രസത്തിന് എല്ലാ ദിവസവും രാവിലെ ഒരു 10-250 ഓട് വാങ്ങിക്കും. വെറുതെ എടുക്കും. ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് തലയിൽ ഇങ്ങനെ അടിച്ചു പൊട്ടിക്കും. എവിടെ ചില സമയത്ത് ഞാൻ അറിയോലുമില്ല. രാവിലെ വാങ്ങിച്ചാണ് 250 ഓട്. എങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും കൊച്ചിനടുത്ത് പറയരുത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ഓട് പൊട്ടിക്കുന്നല്ലോ, മരുന്നില്ലേ? എന്തിന്? വേദന എടുത്താലേ നമുക്ക് മരുന്ന് കഴിക്കേണ്ട കാര്യമുള്ളൂ. അതല്ലെന്ന്, നിങ്ങളുടെ ഈ സൂക്കേടിന് മരുന്നൊന്നും ഇല്ലേന്ന്? ഈ എരണക്കത്തെ പരിപാടിക്കൊക്കെ ചെയ്യുന്നത്. പൊട്ടിയില്ലല്ലോ ചേട്ടാ. എനിക്ക് പൊട്ടു ഇപ്പൊ ചേട്ടാ. വേദനയൊന്നും എടുക്കൂലെന്ന് പറഞ്ഞു. ആര് പറഞ്ഞത്? നിങ്ങളെ അടിക്കാം. ഗ്യാസ് കിട്ടായില്ല. നമ്മളൊക്കെ വിറവെടുപ്പിലാണ് കത്തിക്കുന്നത്. ഗ്യാസിന്റെ ക്ഷാമം കഴിഞ്ഞ പറഞ്ഞാൽ കിട്ടുമെന്നാണ് കമ്പനി പറഞ്ഞത്. ഗ്യാസ് കൊണ്ടുവന്ന് ആരെങ്കിലും ആണോ ഇപ്പൊ കഥവിൽ വന്ന് തട്ടിയത്? കഥവിൽ ഇങ്ങനെ പൊട്ടിയ പോലെ തോന്നിയാ? ഇത് ഗ്യാസ് കൊണ്ടുവന്ന പെണ്ണാണ്. നിങ്ങൾ വണ്ടിക്കാരനാ? അയ്യോ അതൊന്നും അല്ല, ഞാൻ നിനക്ക് തരാം. മാമ ഇങ്ങോട്ട് നോക്കിയേ. എന്തോ എന്തെങ്കിലും പോയാ? നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? നമ്മൾ എവിടെയും പറഞ്ഞു നിർത്തി. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന പെണ്ണ്. ഞാൻ പറയട്ടെ. അതായത് ഇവരുടെ വീട്ടിൽ ഭയങ്കര വിഷയങ്ങളും കാര്യങ്ങളും. ഇവിടെ അച്ഛനൊക്കെ ഭയങ്കര വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എല്ലാത്തിനും അറിയാമോ? കൊച്ചിന്റെ ഏരിയയും ലൊക്കേഷനും ഒന്ന് തന്നു കഴിഞ്ഞാൽ നമ്മളെ പയ്യന്മാരെ അങ്ങോട്ട് ആദ്യം കൊണ്ട് ഇറക്കും. JCB വെച്ച് ഇടിച്ചു തരുന്ന അമ്മ സത്യായിട്ട് കോഴിക്കോട് പോലും മിച്ചം വെക്കും. സൂപ്പർ ഹീറോ മാമൻ. അത്ര തന്നെ ഇടിച്ച് നിരത്തിക്കളയും. ആ ലൊക്കേഷൻ ഒന്ന് വീടിന്റെ സ്ഥലം ഒന്ന് പറ. മാവേലിക്കര. അതെ, ഈ മാവേലിക്കരയില് ആരെ മോളായിട്ട് വരും? പയറുമണി എന്നൊക്കെ പിള്ളേരുണ്ടാവും അവിടെ. പയറുമണി എന്നല്ല, പ്ലെയറുമണി. ഞാൻ കാലുപിടിച്ചു. വാടാ ഇവിടെ. ഇയാടെ മോളെ ഞാൻ കൊണ്ടുവന്നത് വെച്ച് എന്താണ് ഇത്ര കുഴപ്പം? എന്റെ മാമനുണ്ട് സൂപ്പർ ഹീറോ. ധൈര്യം ഉണ്ടെങ്കിൽ വാ, പ്ലെയർ മണിയാ. സൂപ്പർ ഹീറോയാണ്. മാവേലിക്കര വരും. ഇയാടെ വീട് ഇടിച്ചു തരുന്നു JCB പറഞ്ഞിട്ടുണ്ട്. അച്ഛനെ വിളിക്കുന്നു. പ്ലെയർ മണിയൻ. ലൊക്കേഷൻ ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ.
അയച്ചത് തിരിച്ചു പിടി. അങ്ങനെ തിരിച്ചെത്തിക്കാനൊന്നും പറ്റൂല. തിരിച്ചു പിടി ഈ ലൊക്കേഷൻ. ഇല്ല. ഈ മറ്റേ ഈ വെറുതെ ഞായറാഴ്ചയും അവധി ദിവസങ്ങളിലൊക്കെ വെളിയിറങ്ങിയിട്ട് ആരെങ്കിലും ഒക്കെ നിൽക്കുമ്പോഴേ പിച്ചാത്തിയെ കൊച്ചു കുത്തണ ആ പ്ലെയർ. ഓ എനിക്ക് വയ്യ. അത് തന്നെയല്ലേ ആള്? എന്റെ അച്ഛൻ. എന്റെ അച്ഛനാണ്. മാമ എന്റെ ഹീറോ, സൂപ്പർ ഹീറോ. നീങ്ങി വന്നാണ് പ്ലെയർ മണി ആരെന്നറിയാ? ഇല്ല. അവന്റെ ബാക്കിൽ ഒന്ന് തടവിക്കാണ്. കീബോർഡ് അല്ലത് പ്ലെയർ മണിയാൻ വെട്ടിയ പാടാണത്. അറിയാമോ? അപ്പോ അറിയാമോ എന്നാ? ഒരു ദിവസം വെറുതെ ഞാൻ ഇങ്ങനെ ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോ മണിയാണ നിക്കണ്. വെറുതെ ഒരു ചെറിയൊരു ചോദ്യം, ചായ കുടിച്ചില്ല അണ്ണാന്ന്. വടിവാളെടുത്ത് ഒരു 8-10 വിട്ടു. ചായ നിസ്സാരം ചായ കുടിച്ചില്ലെന്ന് പറഞ്ഞ് അങ്ങനൊക്കെ വെട്ടുവോ? അമ്മ സത്യമായിട്ടും വെട്ടി. എന്തിനാ ചായ കുടിച്ചില്ലെന്ന് പറഞ്ഞ് വെട്ടുന്നത്? ഹർത്താൽ ദിവസം നിന്റെ അച്ഛൻ കടവർന്ന് വെച്ചക്കടാന്ന് ചോദിച്ചാണ് വെട്ടിയത്. ഒന്ന് പറഞ്ഞ് രണ്ടങ്ങി വെട്ടാണ് പുള്ളി. അതെവിടെ വെച്ചാണ് വെട്ടിയത്? നമ്മുടെ ജംഗ്ഷനില് പള്ളിക്കവലയില്. പക്ഷെ നമ്മൾ അറിഞ്ഞത് അങ്ങനല്ലല്ലേ. ഈ പ്ലെയർ മണിയന്റെ അനിയത്തി പോയപ്പോ കമന്റ് അടിച്ചതിന് വെട്ടിയെന്നാണ്. അങ്ങനെ വെട്ടിയത്. അപ്പൊ മാമനെ ആയിരുന്നല്ലേ? അങ്ങനെ ഒരു കരക്കമ്പി ഉണ്ട്, അതാണ് സത്യം. അപ്പൊ അറിയായിരുന്നല്ലേ? സത്യം പറയല്ലേ, ഞാനായിരുന്നു അവിടുത്തെ ഡ്രൈവർ ഇവരുടെ വീട്ടില്. അങ്ങനെയല്ലേ ഞാൻ ഇവള് പ്രേമമായത്. അപ്പൊ എവള് മേലി ടർത്തിനോടെ തുണിയൊക്കെ ഇട്ടോണ്ടിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെയാണ്, ഇവിടെ ഒന്ന് സംസാരിക്കാനൊന്നും അവസരം കിട്ടത്തില്ലായിരുന്നു. നോക്കിയിരിക്കുന്നു. ഒരു ദിവസം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഇവള് ബാക്കിൽ വന്നിട്ട് ഒരു സാധനം ഇങ്ങനെ ചാടി പിടിക്കുവാ. കൊക്കാക്കോ. എന്തരി? ഈ വീടിന്റെ പറമ്പിലൊക്കെ കാണുമല്ലോ കൊക്കാക്കോ. കൊക്കോക്കാ. മറ്റേ ഇങ്ങനെയുള്ള കൊക്കാക്കോ ഇവള് പിടിക്കുമായിരുന്നു. ഇവക്ക് കിട്ടിയില്ല. ഞാനങ്ങനെ കൊക്കാക്കോ പറിക്കും കൊടുക്കും, കൊക്കാക്കോ പറിക്കും കൊടുക്കും, കൊക്കാക്കോ പറിക്കും കൊടുക്കും. പ്ലെയർ മണിയെ ഇങ്ങോട്ട് വരും. വരട്ടെന്നാ എന്റെ സൂപ്പർ ഹീറോ ഇരിക്കുമ്പോ ആരാ? എന്താണ് ഈ പറയണത്? ഇരിക്കുമല്ലോ. എനിക്ക് ചെറിയൊരു സമാധാനം ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് പഴയ പോലെ പിച്ചാത്തി മടിവാളും സാധനങ്ങളൊക്കെ നമ്മൾ കളഞ്ഞ് ഇപ്പൊ ഉള്ളി തോക്കാണ്, തോക്കിന്റെ കളിയാണ്. നോക്കണ്ട, 10 തോക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ. തോക്കുണ്ട്. മീശയില് വരും. എവിടെ വരും? മീശയില് വരുവടാ. കണ്ടാ, നമ്മുടെയൊക്കെ മീശന്ന് രോമല്ലേ വരുന്നേ. മാമന്റെ മീശന്ന് തോക്ക് വരുമെന്നാ. അപ്പൊ ഈ ഇതിന്ന് മൂക്കിൽ കൂടെ എന്തോ ഉണ്ട വരുമോ? ഒരു കാര്യം, പ്ലെയർ മണിയന്റെ അടുത്ത് തൽക്കാലം എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല. അവന് വലിയ ബൊമ്പൻ സന്നാഹമാണ്. മാമ ഒരു മിനിറ്റ്, ഇനി കരച്ചിലി പിടിക്കടി മാമനെ ഒന്ന് കാലം. നമ്മുടെ സൂപ്പർ ഹീറോ ആര് മാമ? കൂടെ നിൽക്കും മാമ. കഷ്ടമുണ്ട്. ഇങ്ങനെയൊക്കെ കിടന്ന് കരയുമ്പോ കേൾക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ഒരു കാര്യം ചെയ്തിട്ട് പ്ലെയർ മണിയൻ വരട്ടെ. നമ്മൾ ആണുങ്ങളാണല്ലേ, വരട്ടാ പ്ലെയർ മണിയെ. ഇന്ന് പ്ലെയർ മണിയനെ വഴക്കുണ്ടാക്കാൻ പോവല്ലേ മാമ. പക്ഷെ വഴക്കിടാൻ പോവല്ലേ മാമ. കഷ്ടമുണ്ട്. സ്നേഹത്തോടെ സംസാരിക്കണം. വഴക്കിടാനും കുത്താനും പിടിക്കാനൊന്നും പോവല്ലേ. ഇതെന്തുവാ? പ്ലെയർ മണിയൻ വരികയല്ലേ, ഇനി ഇവിടെ നിന്ന് എന്റെ ഉയരിനാവത്താണ്. അപ്പൊ വഴക്കിടാൻ പോകുന്നല്ലേ പറഞ്ഞേ? ഞാൻ ഈ നാട്ടിൽ നിന്ന് എന്റെ ഉയരം കൊണ്ട് പോകാൻ പോണു. പ്ലെയർ മണിയൻ വരുമ്പോ നിങ്ങൾ രണ്ടുപേരും കാര്യങ്ങൾ സംസാരിച്ച് ഒരു രമ്യതയിൽ എത്തണം. ഞാൻ പോയി നല്ലൊരു കിടുക്ക് അഡ്വക്കേറ്റിനെ കണ്ടിട്ട് വരാം. എന്നെ രക്ഷപ്പെടുത്താനായിരിക്കും. എന്നെ രക്ഷപ്പെടുത്താനല്ല, പ്ലെയർ മണിയനെ ഇറക്കാൻ. മണിയൻ വന്നു കഴിഞ്ഞാൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമല്ല. എന്റെ കാര്യത്തിലോ? മാമ അങ്ങനെ പറയല്ലേ. മാമനല്ലേ മാമ നമ്മുടെ സൂപ്പർ ഹീറോ.